ഒരു ചേഞ്ച് വേണ്ടേ. അപ്പോൾ അമ്പലം അല്ലാതെ വേറെ എവിടെയെങ്കിലും പോകണം. പക്ഷെ ഞാനിവിടെ വന്നിട്ട് ഒരു അമ്പലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അമ്പലം ഇല്ലാന്ന് ഞങ്ങളില്ല. അതെ, അപ്പോൾ എന്തായാലും അമ്പലത്തിൽ പോകും. പിന്നെ ബീച്ച്, പിന്നെ ഇവിടുത്തെ മറ്റേ വൈറ്റ് ടൗൺ, അവിടെയൊക്കെ ഒന്ന് പോവാം. പിന്നെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എവിടെയാണോ പോകുന്നത്, എപ്പോഴാണോ സമയം കിട്ടുന്നത് അവിടെയൊക്കെ പോകുന്നത്. അല്ല, ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ ഓരോ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നു, ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസൊക്കെ. അപ്പോൾ വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. പിന്നെ കിട്ടുന്ന ഐഡിയ അനുസരിച്ച് പോകും. അവിടം വരെ ഉണ്ടല്ലേ? അപ്പൊ അവിടെ നിന്നും വരാൻ തോന്നും. എങ്ങനെയുണ്ടാ റൂം? നല്ല റൂമല്ലേ? ഇത്രയും വലിയ ഹാള് റൂമാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചില്ല, ഇത് സ്വീറ്റ് റൂമാണ്. ഇത്രയും വലിയ ഹാള്, ഇവിടെ ഡൈനിങ് ടേബിള്, അവിടെ കിച്ചൺ, നല്ലൊരു ബാൽക്കണി ഉണ്ട്. പിന്നെ ഇവിടെ സിറ്റിംഗ് ഏരിയ. ഇത് കണ്ടോ? ഇത് എന്താണെന്ന് മനസ്സിലായി. ഓ, ഇത് ബെഡാണോ ആക്ച്വലി? ഇത് ബെഡായിട്ട് യൂസ് ചെയ്യാം. ഇത് രണ്ടും ബെഡായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ഒരാൾക്ക് കിടക്കാം. എക്സ്ട്രാ ബെഡ് പറയണ്ട. പക്ഷെ ഈ ബെഡ് കണ്ടോ, ഇത് തന്നെ കിങ് സൈസ് ആണ്. 3 പേർക്ക് കിടക്കാല്ലേ ഇതില്? സുഖമായിട്ട് കിടക്കാം. ഇത് ബാൽക്കണി. ഇത് ഓപ്പൺ ചെയ്താൽ അതിൽ നിന്ന് ഇറങ്ങാം. യെസ്, വലിയ റൂമും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. യെസ്, ബാത്റൂം. എങ്ങനെയുണ്ട് ബീച്ച്? ഇഷ്ടായോ ബീച്ച്? നല്ല രസമല്ലേ? ഇത്രയും തിരക്ക് ഇവിടെ ഉണ്ടെങ്കിലും ഈ ഭാഗമൊക്കെ വളരെ നല്ല ശാന്തമായിരിക്കുന്നു. അച്ഛനെവിടെ? സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളികളാണോ? അതെ അതെ, തൃശ്ശൂരാണ് അവർ. തൃശ്ശൂരുകാരാണ്. ഇവിടെ 15 വർഷമായിട്ട് ഇവിടെ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. കാണാൻ വന്നതാണ്. എവിടം വരെ നടക്കണം? നമുക്കറിയില്ല, നോക്കിയിട്ട് വരാം. അവിടെ വരെ ജസ്റ്റ് നടന്നിട്ട് വരാം. എന്തായാലും നല്ല കാറ്റും. ട്രിവാൻഡ്രത്ത് മാനവീയം വീട്ടിലെ അതുപോലെ അവിടെ ആ വോളിൽ ഒരുപാട് പെയിന്റിങ്സ് ഉണ്ട്.
വാ. കഫേയിൽ വന്നിരിക്കുകയാണ് ഡിന്നർ കഴിക്കാനായിട്ട്. ശ്രേയ പറഞ്ഞു ഇന്ന് ഡിന്നർ കഫേയിൽ നിന്ന് കഴിച്ചാൽ മതിയെന്ന്. അങ്ങനെ ശ്രദ്ധയെ വിളിച്ചിട്ട് സജഷൻസ് ചോദിക്കുകയാണ് ഏത് ഫുഡ് ഓർഡർ ചെയ്യുന്നത്. ശ്രേയ ഒരു ഹായ് പറയും. അരമണിക്കൂർ ഫോണിൽ ശ്രദ്ധയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ലാറ്റ് വന്നു. എങ്ങനെയുണ്ട്? നല്ല കൈപ്പുണ്ട്. സാരമില്ല, മിണ്ടണ്ട. പഞ്ചസാര ഇട്ടോ കുറെ ഉണ്ടല്ലോ. 3 ഇട്ടു. അയ്യോ, കുടിക്കുന്നവരും അടിയിലേക്ക് എത്തുന്നവരും ശരിയാവും. തൽക്കാലം അങ്ങനെ അഭിനയിച്ചോ. രമേശേട്ടൻ്റെ റൈസ് വന്നിട്ടുണ്ട്. റൈസ് ഇങ്ങനത്തെ ഒരു പാനിനകത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതേടെ എന്താ എൻ്റെ ഫേവറേറ്റ് ആണല്ലേ. ആക്ച്വലി ഇപ്പം എന്നെയാണ് കഴിക്കാൻ. പിന്നെ ഇവിടെ പ്ലേറ്റ് ഇല്ലാതെ എങ്ങനെ കഴിക്കും? പ്ലേറ്റ് പറയട്ടെ. നമുക്ക് ഈ ഫോറിനേഴ്സിൻ്റെ പരിപാടിയൊന്നും പറ്റൂല. അതെ, അല്ല അത് എങ്ങനെയാണെങ്കിലും സ്പൂണിൽ കഴിച്ചാൽ താഴെ വീഴില്ലേ? കൈ വെച്ച് കഴിക്കണം. അതെ അതെ അതെ. പ്ലേറ്റ് ചോദിക്കാം. എന്തായാലും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. എന്തായാലും വേണ്ടില്ല, ഇതുവരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, റൈസ് ഫുള്ള് കഴിച്ചിട്ടാണ് ഇത് കഴിക്കുന്നത്. റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരുന്നു. ചെറിയൊരു ബോൾ ഉണ്ടായിരുന്നു. അതെ, ഇത് പക്ഷേ അതെ, ഇത് കഴിച്ചിട്ട് തീരുന്നില്ല, അത്ര ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് നല്ല എരിവും പുളിയൊക്കെ ഉണ്ടോ? നല്ല എരിവ്, നല്ല ഉപ്പും മുളകും എല്ലാം ഉണ്ട്. മല്ലിയുടെ ടേസ്റ്റ് ഉണ്ടല്ലേ? നല്ലതാണ്. ഓക്കെ, ശ്രേയക്ക് ഇഷ്ടമായോ? രമേശ് ചേട്ടനെയും പഠിപ്പിച്ചു വരികയാണ്. ഇറ്റാലിയൻ ആയിരിക്കും. ലസാനിയ അവരുടെ അല്ലേ? ലസാനിയ പിസ്സ. പാസ്തയും ഇറ്റലിയുടെയാണ്. ഇങ്ങനത്തെ മിക്കവാറും എല്ലാം ഇറ്റലിയുടെ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഡിന്നറൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് തിരിച്ചു പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, വൈറ്റ് ടൗണിൽ തന്നെയാണ് ഞങ്ങളുടെ റൂമും. ഒരുപാട് കഫേസൊക്കെ ഉണ്ട് ഇതേ സ്ട്രീറ്റിൽ തന്നെ. ഇങ്ങനെ നല്ലൊരു കഫേയിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. നന്നായിരുന്നു അല്ലേ? നല്ല ഫുഡായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ആംബിയൻസും. അതെ, അതാണ് എല്ലാം നല്ലതായിരുന്നു. അയ്യോ, ബാക്കിൽ വണ്ടി. അപ്പം നടന്നു പോകണം. നല്ല രസം. പൂവൊക്കെ മേളിൽ. കറക്കമൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. ഇനി എന്താ പരിപാടി? കുറച്ച് നേരം റെസ്റ്റ്. ഇനി നാളെ എവിടേക്കാണ് പോകുന്നതെന്ന് വല്ലതും ഡിസൈഡ് ചെയ്തു? ഇല്ല, രാവിലെ എഴുന്നേറ്റിട്ട് തീരുമാനിക്കാം. ഓറോവില്ല് പോകണമെന്നുണ്ട്. ഒന്നുകിൽ ഓറോവില്ല് പോകാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ എവിടെയെങ്കിലും. നാളെ കാണാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. റൂഫ് ടോപ്പിലാണ് റെസ്റ്റോറൻറ്റ്. പോവാം. കഴിക്കുമോ?
ഇല്ലേ? ബാക്കി രമേശിന് കഴിക്കണേ. എനിക്ക് തരണ എന്താണെന്ന് അറിയില്ല. അവിടെ സൗത്ത് ഇന്ത്യനാണ്. സൗത്ത് ഇന്ത്യൻ. ഞാൻ സൗത്ത് ഇന്ത്യൻ ഓർഡർ ചെയ്തിട്ടില്ല. എന്തൊക്കെയാണ് നോക്കാം. ഇതെന്തൊക്കെയാ ശ്രേ? ഇത് സാൻഡ്വിച്ച്, ഓംലെറ്റ്, സോസേജ്, പിന്നെ ഇത് ഒരു കേക്ക്, പിന്നെ ഇത് പാൻ കേക്ക്, ചെറിയ പാൻ കേക്ക്. കൊള്ളാം. മുഴുവൻ കഴിക്കുമോ? ആ അതെ. അയ്യോ എൻ്റെ ദൈവമേ, ഇത്ര സാധനം. ഈശ്വരാ, ഇത് എന്തൊക്കെയാണ്? ആലു പരോട്ട. ഇത് ആലു പൊറോട്ട, ഇഡ്ഡലി, ഇടിയപ്പം, പിന്നെ ഉപ്മാ, പൂരി, ഉഴുന്ന് അടിയിലുണ്ടല്ലേ? ഉഴുന്ന് വട, ആലു പരോട്ട കഴിച്ചാൽ നമ്മൾ ഫുള്ളാണ്. പിന്നെ ഉഴുന്ന് വട, പിന്നെ ഇത് പൊങ്കലുണ്ട്. പൊങ്കലുണ്ട്. അമ്മയുടെ ഇത് മതി. ഞാനിത് നേരത്തെ പറഞ്ഞു ഇത്രയും മതി എന്ന്. ഇത് തന്നെ കൂടുതലാണ്. സെക്കൻഡ് ഡേ ആയി, ഞങ്ങൾ ഇറങ്ങി, റെഡി ആയിട്ട് ഇറങ്ങി. ഹായ്, നമ്മളിപ്പോൾ അടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ? ഫ്രഞ്ച് കോളനി തന്നെ ജസ്റ്റ് ഒരു റൗണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല നല്ല ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. മറ്റേ മൂവീസിലൊക്കെ കാണുന്ന യെല്ലോ ബിൽഡിംഗ്, അതൊന്നും കണ്ടില്ലെന്ന് തോന്നുന്നു ഇന്നലെ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് 2 ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവാം അല്ലേ? വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് തോന്നുന്നു പോണ്ടിച്ചേരിയിൽ അങ്ങനെ കാണാൻ. ബീച്ചാണ് ഇവിടെ. കുറെ ബീച്ചസ് ഉണ്ട്, ഒരുപാട് ബീച്ച് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുന്നില്ല. ഞാൻ ക്യാമറ തിരിക്കട്ടെ. സ്റ്റഡി ടൂറിന് വന്ന പിള്ളേരാന്ന് തോന്നുന്നു. നോക്കി കയ്യിൽ ഫയലൊക്കെ ഉണ്ട്. എന്താ സംഭവം? അതെ. ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ? റോഡിലൊക്കെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ തന്നെയാ കുട്ടികൾ സ്റ്റഡി ടൂറിന് വന്നിരിക്കുന്നു. നമുക്ക് ഇതിലേ ഒരു കറക്കം കറങ്ങിയിട്ട് വരാം. അവിടേക്കൊന്നുമില്ല. 4 റോ ഇല്ലേ? പാരലൽ സ്ട്രീറ്റ്സ് കംപ്ലീറ്റ്. ഇതാണ് ഫ്രഞ്ച് കോളനി, നമ്മുടെ ഫോർട്ട് കൊച്ചി പോലെ തന്നെ. ഫോർട്ട് കൊച്ചി കണ്ടാ പിന്നെ ഇത് കാണേണ്ട കാര്യമില്ല. നമ്മള് ബീച്ച് കാണാൻ കുറച്ചുകൂടെ ഭംഗിയായതുകൊണ്ട് ഇതിലെ വേണമെങ്കിൽ നമുക്കൊന്ന് വണ്ടി ഇടാൻ സ്ഥലം കിട്ടില്ല. നോക്കാം ജസ്റ്റ്. ഇപ്പഴത്തെ ഉണ്ടാവോ നല്ല ബിൽഡിങ്സ്? ഇല്ല, ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. റൈറ്റിലേക്ക് അധികം ഒന്നും കണ്ടില്ല ഞാൻ. കുറച്ച് കളർഫുൾ ആയിട്ടുള്ള അതാ ഇവിടെ വേണമെങ്കിൽ. ഇവിടെ ഫുള്ള് ആൾക്കാർ. നമുക്ക് അവിടെ തിരക്കില്ലാത്ത സ്ഥലത്ത് പോയിട്ട് വരാം. അപ്പോഴേക്കും തിരക്ക് മാറും. ഞാൻ പറയട്ടെ, കേരളത്തിൽ പോയിട്ട് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഓരോ മാസവും പല കളേഴ്സ് പെയിന്റ് അടിച്ചാല് ഇത് കൊള്ളാം. അങ്കയോ ഇവിടെ എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടുകയാണെങ്കിൽ നിർത്തിയിട്ട്. പക്ഷെ ഇവിടെ ഒന്നും ഇല്ല ചെയ്യാൻ. നമ്മൾ ആക്ച്വലി ഇന്നലെ വന്ന റോഡ് കുറച്ചുകൂടെ ഭംഗിയായിരുന്നു. അവിടേക്ക് പോയി. അവിടെ അടുപ്പിച്ച് എല്ലാം നല്ല ബിൽഡിങ്സാ. ഇവിടെ നിക്കുന്നോ നീ? ഇത് റോഡിന് നടുക്കായി പോവും. ആക്ച്വലി ഇത് കൊള്ളാം. എടുക്കുന്നുണ്ട്. ഇവിടെയാണ് ഇന്നലെ വന്നു റിയൂ സർക്കോഫ്. കണ്ടോ? എങ്ങനെയാണത് പ്രൊനൗൺസ് ചെയ്യണത് ദൈവത്തിനറിയാം. ഇതിലാണ് ഇന്നലെ വന്നത് നമ്മള്. അപ്പൊ അങ്ങോട്ടാണ് ബീച്ച്. അപ്പൊ നേരെ പൊക്കോ. ബിൽഡിംഗ് ഇവിടെ ഒക്കെ വണ്ടി ഇട്ടിരിക്കുവാ. ആ മെയിൻ ബിൽഡിംഗ് എവിടെ? ഫ്രഞ്ച് കോളനി. അമ്മ എല്ലാ സിനിമയിലുള്ള യെല്ലോ ബിൽഡിംഗ്. ഇതെല്ലാം യെല്ലോ. അപ്പൊ ഏതാന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഓ, ഇതാണ് ഇന്നലെ നമ്മൾ വന്ന കഫേ. ഗവൺമെന്റിൽ എല്ലാം മതിലിന്റെ മുമ്പിലും വണ്ടി ഇട്ടിരിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റില്ല. അറിഞ്ഞൂടാ. റൈറ്റ് പോയാൽ നമ്മൾ ബീച്ചിൽ നിന്നല്ല നടന്ന സ്ഥലം. അപ്പൊ ലെഫ്റ്റാ. അതോ റൈറ്റ് ആണോ? ഇത് കൊള്ളാം. ഓ, ഇവിടെ നല്ല രസമുണ്ട്. ഇവിടെ എന്താ നമ്മൾ നേരത്തെ വരാത്തെ? നമുക്കറിയില്ലായിരുന്നു. ഒരു മനുഷ്യന് വേണ്ടാത്ത ഒരു മതിൽ അവിടെ. നല്ല സംഭവം. ഇതും കൊള്ളാം. ഈ സ്ട്രീറ്റ് കൊള്ളാം. ഒരു മഞ്ഞ മതിൽ കിട്ടി ഗൈസ്. ഫോട്ടോ കൊച്ചിയിലുള്ള സംഭവമൊക്കെ തന്നെയല്ലേ. ഒരു സ്ട്രീറ്റ് കണ്ടു, അവിടേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. നല്ല സ്ട്രീറ്റ് ആയിരുന്നു. വീഡിയോ എടുക്കാൻ വിട്ടുപോയി. സ്കൂട്ടറൊക്കെ വെച്ചിട്ട് അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നു. അതെല്ലാ സ്ഥലത്തും കോമൺ ആണ്. എന്നാലും എടുത്തുന്നേ ഉള്ളൂ. ഞങ്ങൾ ഷൂട്ട് ചെയ്തു കുറച്ച്. നല്ല വെയിലുണ്ട്. ഇപ്പം അമ്മ സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുന്നു.
ഈ മതിൽ നല്ല ഭംഗിയുണ്ട് ആക്ച്വലി. അവിടെ 2 ഷോട്ട്സ് എടുത്തു. എന്തായി? ഇവിടെ എടുക്കാലോ, എല്ലാ കളറും ഉണ്ടല്ലോ. ഇവിടെ എടുക്കാം. ഈ മതില്ല, ഇത് 2 ആക്ച്വലി പെയിന്റ് അടിച്ച് വെച്ച പോലെ ഉണ്ട്. ഇവിടെ മതി. ഓ വൈറ്റ് മതിലും എടുക്കാം ഒരെണ്ണം. എവിടെയായിപ്പോ? നല്ല രസമില്ലേ ബിൽഡിങ്സ് ഒക്കെ? വീഡിയോ എടുത്തോ? പാട്ടെടുത്തു. പാട്ട് ഏതാന്ന് പറയൂല അല്ലേ? അതെല്ലാവർക്കും അറിയായിരിക്കും. പോണ്ടിച്ചേരി എന്ന് നിങ്ങൾ ഗസ് ചെയ്യൂ കേട്ടോ. പോണ്ടിച്ചേരിയിൽ വന്നിട്ട് ശ്രേയ ഒരു പാട്ട് എടുത്തിട്ടുണ്ട്. അത് ഏത് പാട്ടാന്ന്? കുറേ പാട്ടെടുത്തു. ഏത് മെയിനായിട്ടുള്ള ഒരു പാട്ട് പെട്ടെന്ന് പോണ്ടിച്ചേരി എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന പാട്ട് ഏതാന്ന് നിങ്ങൾ ഗസ് ചെയ്യൂ കേട്ടോ. കഫേസ് ഇതിപ്പോ നമ്മുടെ ഫോട്ടോ വെച്ച് വ്ളോഗ് പോലെ ഇരിക്കും. ഫോട്ടോ വെച്ച് കുറച്ചുകൂടി വൃത്തിയുണ്ട്. ശരിയാ, ഇവിടെ വൃത്തി പോലും അവിടെ വരെ പോയില്ല അമ്മ. കഫേയാണ്, പക്ഷെ അവിടെയും കോലമല്ല. ഇവിടെ എല്ലാം യെല്ലോ ആണല്ലേ മോസ്റ്റ്ലി. ഇത് വീടാ? വീട് ഹോം സ്റ്റേ ഒക്കെ. ഒരു വലിയ മഞ്ഞ ബിൽഡിംഗ് കാണാം ഗൈസ്. അതൊരു ഹോട്ടലാന്ന് തോന്നുന്നു അല്ലേ? എല്ലാ ഹോട്ടലാണ്. കഫേയും ഹോട്ടലും ബീച്ചിലേക്കുള്ള വഴിയാണ് അല്ലേ? റൂമിലേക്ക് ഓർഡർ ചെയ്തു. എന്തൊക്കെയാ ശ്രേ? എനിക്ക് വെജ് മീൽസ്, എനിക്കൊരു വെജ് ബിരിയാണി, സാമ്പാർ റൈസ്. അമ്മ ഇത്രയും കറികളുണ്ട് അല്ലേ? ഇവിടെ നല്ല ഇത് ചെറിയൊരു കാസറോളിൽ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ? കൊള്ളാം അല്ലേ? യെസ്. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ. ഞങ്ങളുടെ അറ്റയർ ഇതാണിന്ന്, സാരിയാണ്. രണ്ടുപേരും വയലറ്റ് ആക്കി. ഞങ്ങൾ എന്തായാലും ഇവിടെ വരെ വന്നു. എന്തായാലും ഞങ്ങളെല്ലാ ട്രിപ്സിന് പോകുമ്പോഴും നമ്മൾ കർണാട്ടിക് ആണല്ലോ എടുക്കുക. എപ്പോഴും വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ കർണാട്ടിക് ആയിരിക്കും, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകും. അപ്പോൾ സാരി ഒരു മസ്റ്റാണ്. ഇത്തവണ പക്ഷേ ട്രിപ്പ് വെറുതെ വീഡിയോ ഒന്നും എടുക്കാണ്ട് ചുമ്മാ കറങ്ങിയിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു കുറ്റബോധം. അതുകൊണ്ട് അല്ല, നമുക്ക് അങ്ങനെ എടുക്കാണ്ടൊരു സമാധാനമില്ല. അല്ല, വെറുതെ സമയം കളയാൻ ഒരു വിഷമം. അതുകൊണ്ട് എന്തായാലും എവിടെ പോയാലും ഒരു കർണാട്ടിക് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ മറക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ക്ലാസിക്കൽ എന്തായാലും ഒരു പാട്ട് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കോസ്റ്റ്യൂം ഇതാണ്. യെസ്, ഇനി ഷൂട്ട് കാണിച്ചു തരാം. ഓക്കെ, ബൈ. യെസ്, ഞങ്ങൾ ഈഡൻ ബീച്ച് എത്തി. ഇത് പാർക്കിങ്ങാ, പക്ഷെ ബീച്ച് കാണുന്നില്ല. നടക്കണം തോന്നുന്നു. നോക്കാം. സാരിയുടെ കൂടെ പറ്റിയൊരു ഗ്ലാസ്. ചൂട് ഫാഷനല്ല. വെയിലടിച്ചിട്ടാണ്. നമ്മളെ ഇവിടുന്ന് ബീച്ച് വരെ ഒരുപാട് നടക്കാനുണ്ട്. പക്ഷെ വെയിലത്ത് നടക്കണമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇത് കണ്ടോ, ഈ ട്രെയിനിലാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ഞാൻ ചോദിച്ചു അവിടെ ഓട്ടോ ഉണ്ടോ അവിടെ വരെ പോകാൻ, ഓട്ടോ വിടുമെന്നത്. ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുക, കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഇവരോട് ചോദിച്ചു ഓട്ടോ പോകുമെന്ന് ചോദിച്ചപ്പോൾ എന്തിനാ ഓട്ടോയിൽ പോകുന്നത്, ഈ ട്രെയിനിൽ പോകാൻ. അങ്ങനെ ഞങ്ങൾ പെർ പേഴ്സൺ 50 രൂപ കൊടുത്തിട്ട് ഈ ട്രെയിനിൽ പോകാൻ പോകുന്നു. ഇല്ലെന്ന് തോന്നുന്നു. എടുക്കുമോ ഇപ്പോൾ? കേറോ? 2 പേരാണ് ഒരെണ്ണത്തിലിരിക്കുക, അത് 3 പേര് ടോയ് ട്രെയിനകത്തിരിക്കുക. അപ്പുറത്തൂടെ ആള് വന്നാലേ എടുക്കുള്ളൂ, അല്ല കൊണ്ടുപോകുള്ളൂ. അറിയില്ല. വണ്ടി എടുക്കുക. ദൈവമേ. കാളവണ്ടിയിൽ നമ്മള് ചെട്ടിനാട് പോയപ്പോ കാളവണ്ടിയിൽ കയറിയിട്ടുണ്ട്, ഓട്ടോയിൽ കയറി, എല്ലാം അങ്ങനത്തെ എല്ലാത്തിലും കയറിയിട്ടുണ്ട്, കുതിരവണ്ടിയിൽ വരെ കയറിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാധനത്തിൽ ആദ്യമായിട്ട് ടോയ് ട്രെയിനാണ്. ദൈവമേ, ട്രാക്കൊന്നും ഇല്ലല്ലോ. എങ്ങനെയുണ്ട് ടോയ് ട്രെയിൻ? പുറത്തുനിന്ന് എടുക്കണം എന്നാലാണ്. അതെ, സേഫ് ആണോന്നൊന്നും അറിയില്ല. ഓണടിക്കുന്നു.
കൊടയെടുത്തു. നല്ല ബീച്ചാണ്. നല്ല ബീച്ച്. അതെ, ഞങ്ങളുടെ വീഡിയോഗ്രാഫറാണത്. വീഡിയോഗ്രാഫർ. ഹലോ രമേഷ് ഭായ്, എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ എടുത്തിട്ട്? വീഡിയോ വരുമ്പോൾ ഞാൻ പറയാം. നല്ല ലൈറ്റ്, കറക്റ്റ് ലൈറ്റ്. നമ്മുടെ നാട്ടിൽ ലൈറ്റ് ഓഫ്. അലക്കാൻ പാടുപെടും. നനഞ്ഞു. എൻ്റെ കാലിൽ കണ്ടോ? ഈഡൻ ബീച്ച് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ നോക്കുമ്പോൾ ഈ ഒരു ഫോട്ടോ ആണ്, ഇതിൻ്റെ ഫോട്ടോയാണ് വരുന്നത്. നല്ല ബീച്ചല്ലേ? നമ്മുടെ ട്രെയിൻ ഇവിടെ വന്നു. ഞാൻ അങ്ങേരോട് പറഞ്ഞു ഞങ്ങൾ ചായ കുടിച്ചിട്ട് റെഡി ആയിട്ടിരിക്കാം, ഒന്നുകൂടെ വരുമോ എന്ന് ചോദിച്ചപ്പോൾ വരാമെന്ന്. ഇതാ ട്രെയിൻ ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളി പോയിട്ട് ഒന്നുകൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാം ഫോട്ടോഷൂട്ടാണ്. ഇതെന്താ മോളെ? ചീസ് ബോളും ആ, വെജ് റോളും. ചീസ് ബോളോ വെജ് റോളോ? എനിക്ക് ചീസ് ഇഷ്ടമല്ല. തിരിച്ചു പോവാം. ഇതെന്താ ചമ്രം പിടിച്ചിരിക്കുന്ന കച്ചേരി പടം? ഇല്ല. നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ഫേമസ് കഫേയാണ്. പേരെന്താ? അന്തെ എന്നാണ് നിങ്ങളിങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നത്. ശരിയാണ്. നമ്മൾ തെലുഗൊക്കെ പറയുമ്പോൾ അന്തെ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ഇറങ്ങി. വണ്ടി ഓടിക്കാൻ ഇവിടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടാണ്. ഇവിടെ റൂൾസ് ഒന്നും ഇല്ല. എല്ലാവരും തോന്നിയ പോലെയാ പോകുന്നത്. സിഗ്നൽ ഉണ്ട് അവിടെ, റെഡ് ഒക്കെ കത്തും, പക്ഷെ അത് ആരും മൈൻഡ് ചെയ്യില്ല. നമ്മള് മാത്രം റെഡിൽ നമ്മള് വഴക്കും കേൾക്കും അതിന് വേണ്ടിട്ട്. നമ്മൾ നിൽക്കുന്നോണ്ട് വഴക്ക് കേൾക്കുന്നു. റെഡ് കാണുമ്പോഴേ നമ്മള് സ്റ്റോപ്പ് ആവുന്നതുകൊണ്ട് പുറകിലുള്ള ആള് ചീത്ത വിളിക്കുന്നു. ആ നമ്പേഴ്സ് ഒക്കെ പോകുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. അതൊന്നും വെയിറ്റ് ചെയ്യാനുള്ള ശ്രമം ഇവിടെ ചെയ്യില്ല ആരും. ഗ്രീനിനൊന്നും വെയിറ്റ് ചെയ്യില്ല, അവര് പോവാ. നമ്മൾ പോയില്ലെങ്കിൽ നമുക്കും കൂടെ വഴക്ക് കേൾക്കും. പിന്നെന്താന്ന് വെച്ചാ പോണ്ടിച്ചേരി എപ്പോഴും നമ്മൾ സിനിമയിലൊക്കെ കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് വന്നതാണ്. അങ്ങനെ അല്ല കേട്ടോ, ആരും പ്രതീക്ഷിക്കേ വേണ്ട അങ്ങനെ ഒരു സ്ഥലമാണ്. ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിച്ചു. കുറച്ചുകൂടി നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ അത്ര വൃത്തിയില്ല. ഈവൻ ഫ്രഞ്ച് കോളനിയിൽ പോലും അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ച അത്ര ക്ലീൻ ഒന്നും അല്ല, അല്ലേ?
എല്ലാ സ്ഥലത്തും വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്, പെയിന്റ് പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ആ കാണുന്ന ഫോട്ടോന്റെ ആ ഒരു പുതുമയൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ആ റോക്ക് ബീച്ചിന്റെ ആ ഭാഗം മാത്രം കുറച്ച് നല്ല ഭംഗിയുണ്ട്. ബീച്ച് എല്ലാം നല്ല ക്ലീനാണ്. യെസ്, ബീച്ച് കൊള്ളാം. ആ ഭാഗത്തെ കുറച്ച് ബിൽഡിങ്സും ഭംഗിയുണ്ട്. നല്ലാണ്ട് ആ ഫ്രഞ്ച് കോളനി വിട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും തമിഴ്നാട് തന്നെ. നീറ്റ്നെസ് അത്രയും പ്രതീക്ഷിച്ച അത്രയൊന്നും ഇല്ല. പിന്നെ നമുക്കൊരു ചേഞ്ചിന് വേണമെങ്കിൽ ഒന്ന് സ്ഥലമൊക്കെ കണ്ടിട്ട് പോവാം, ബീച്ച് കാണാം. പിന്നെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് കോളനിയിലെ ഏതെങ്കിലും സ്ഥലത്ത് തന്നെ റൂം എടുത്ത് താമസിക്കണം. വൈറ്റ് ടൗണിൽ എവിടെയെങ്കിലും തന്നെ താമസിക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾക്ക് നല്ല ഒരു ഹോട്ടലാണ് ഇത്തവണ കിട്ടിയത്, അതുകൊണ്ട് ഭാഗ്യമായി. തൊട്ടടുത്ത് തന്നെ ആയിരുന്നു എല്ലാം വാക്കിംഗ് ഡിസ്റ്റൻസ് ആയിരുന്നു. ഏതായിരുന്നു ഹോട്ടലിന്റെ പേര്? പാലസ് ഡി പോണ്ടിച്ചേരി, അതായിരുന്നു ഹോട്ടലിന്റെ പേര്. ഇന്നിപ്പോ എവിടെയാ പോണേ ശ്രേയ പറയൂ? ഓറോവിൽ. ഇവിടെ സൈറ്റ് സീയിങ്ങിന് കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ, അതിലൊരെണ്ണമാണ് ഈ ഓറോവിൽ. അതും ഇപ്പൊ അത്ര അടുത്ത് പോയി കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ജസ്റ്റ് നമുക്ക് ദൂരെ കാണാം. പണി നടക്കുകയാണെന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ എന്തോ നടക്കുകയാണ്. പിന്നെ 2-3 ബീച്ച് ഉണ്ട് കേട്ടോ. ഇന്നലെ നമ്മള് പോയ റോക്ക് ബീച്ച്, പിന്നെ ഈഡൻ ബീച്ച്, പിന്നെ ഒരു ബീച്ചും കൂടെ ഉണ്ട്, പാരഡൈസ് ബീച്ച് ഉണ്ട്. അത് ഇന്ന് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം. അപ്പൊ അതും കൂടെ നന്നായാൽ വീഡിയോ എടുക്കാം. അവിടെ പോയിട്ട് കാണാം. അമ്പലമാണെന്ന് തോന്നുന്നല്ലേ? ചെറിയ അമ്പലം, പക്ഷെ വലിയ ഗണപതി, ഒരു ഗണപതി അമ്പലത്തിന്റെ മേളിൽ. എത്ര കിലോമീറ്റർ? 17 മിനിറ്റ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല റോഡാണ്. ഹൈവേയിലേക്ക് വന്നെന്ന് തോന്നുന്നു നമ്മള്. ആക്ച്വലി ചെന്നൈ പോകേണ്ട ഇതിലെയാണ്. നാളെ പോകുന്ന വഴിക്ക് പോയാലും മതിയായിരുന്നു അല്ലേ? മതിയായിരുന്നു, പക്ഷെ ഇവിടെ കുറച്ചേ ഉള്ളൂ. ശരിയല്ലേ, നമുക്ക് പോകുന്ന വഴിക്ക് പോയാൽ മതിയായിരുന്നു. പക്ഷെ പോകുന്ന വഴിക്ക് വേറെ എവിടേക്കോ പോകാൻ പ്ലാൻ ഇല്ലേ അമ്മയ്ക്ക്? കുറെ നടക്കാനുണ്ടെന്ന് തോന്നുന്നല്ലേ? നമുക്ക് ഇവിടുന്ന് ചായ കുടിച്ചിട്ട് അവിടം വരെ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ എന്നാലും ഇവിടെ കുറച്ച് പച്ചപ്പും ഹരിതാഭയൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടേക്ക് കുറേ വണ്ടികൾ 2 വീലേഴ്സ് വരുമ്പോഴേ വെയിലത്ത് ഇങ്ങനെ വരും, പക്ഷെ ഇവിടെ കൊള്ളാം സ്ഥലം. ഒരു കാര്യമുണ്ട് ഇവിടെ. ഞാൻ നേരത്തെ കുറേ സ്ഥലങ്ങളെ പറ്റി കുറ്റം പറഞ്ഞെങ്കിലും ഒരു ടൂറിസ്റ്റ് വരുന്ന ആ സ്പോട്ട് ഉണ്ടല്ലോ, നല്ല ക്ലീൻ ആയിരിക്കും. കാരണം അവിടെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്, അതിനുള്ളിലേ വേസ്റ്റ് ഇടുന്നുള്ളൂ എല്ലാവരും. കണ്ടോ, പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയ വേസ്റ്റ്? ബ്ലൂ പ്രിന്റ് ഒക്കെയാണെന്ന് തോന്നുന്നു. അതായത് ഈ ഇതുണ്ടല്ലോ, ഓറോവിലിന്റെ നടുക്കിരിക്കുന്ന ഒരു ക്രിസ്റ്റലിലേക്ക് സൺലൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് മേളിലൊരു ഹീലിയോ സ്റ്റാറ്റ് വെച്ചിട്ടുണ്ട്. കണ്ടോ? അതാണോ? ഓക്കെ ഓക്കെ. ലോട്ടസ് ഇതാണ് സംഭവം.
അകത്ത് ഇങ്ങനെ അകത്ത് കയറ്റൂലെന്ന് തോന്നുന്നല്ലേ അവര്. ഇന്നർ ചേംബർ, a place for trying to find one's consciousness. മെഡിറ്റേഷൻ അല്ലേ? പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ ഡൽഹിയിൽ ഒരു ലോട്ടസ് ടെമ്പിൾ ഉണ്ട്. അത് ഇതുപോലെയാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഇതുപോലെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഇവിടെ ലോട്ടസ് ടെമ്പിൾ എന്നാണ് പേര്. പക്ഷേ ഇവിടെ ഒരു വിഗ്രഹമോ ഒന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഭയങ്കര കൂളാണ്. മെഡിറ്റേറ്റ് ചെയ്യാൻ അങ്ങനെ അതേപോലെ ഒരു സംഭവമാണ്. അവിടുന്ന് ആ മറ്റേ ഗ്ലോബ് എന്താ അതിൻ്റെ പേര്, മെയിൻ ആയിട്ടുള്ള നമ്മൾ കാണുന്ന റൗണ്ട്, ആ സാധനം കാണാൻ വേണ്ടി വീണ്ടും പോകാനായിട്ട് ടിക്കറ്റ് എടുത്തു. അപ്പോൾ അവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ 1 കിലോമീറ്റർ നടക്കണം. 1.5 കിലോമീറ്റർ ഈ വെയിലത്ത് നടക്കാൻ പോവാണ്. 30 മിനിറ്റ് വാക്ക് എഴുതി വെച്ചിരിക്കണം. ഓക്കെ. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഒരു ബസ് അവിടെ വന്ന് നിന്നു. ബസ്സിൽ കുറേ പേരെ കൊണ്ടുപോകുന്നുണ്ട്. ബസ്സിൽ കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പം എൽഡർലി മാത്രമേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു രമേശ് ചേട്ടൻ എൽഡർലി ആണ്, എത്ര വയസ്സ് തൊട്ടാണോ പറഞ്ഞപ്പോൾ 60. ഞാൻ പറഞ്ഞു 60 ഇതേ രമേശ് ചേട്ടന് ഇല്ല, അത് കള്ളം പറയാണെന്ന് കേട്ടോ. രമേശ് ചേട്ടനെ കണ്ട 60 പറയില്ല കേട്ടോ, 60 പറയില്ല. കണ്ടോ യങ് അല്ലേ? അതെ. അപ്പം ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വേണേ പോവാൻ പറഞ്ഞു. ശ്രേയ കയറ്റില്ലെന്ന്. അതെങ്ങനെയാ ശ്രേയ ഇട്ടിട്ട് എങ്ങനെ പോവാം? അപ്പം ഞങ്ങൾ നടക്കുവാണ്, എനിക്ക് വേണ്ടി നടക്കുവാണ്. ഉച്ച വെയിലത്ത് നല്ല എക്സസൈസാണ് നടക്കാൻ അല്ലേ. പിന്നെ അത്ര വെയിലില്ല, ഇവിടെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കണ്ടോ പച്ചപ്പും ഹരിതാഭയൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, നടക്കാം. ആ ഓക്കെ. ഇതെങ്ങനെ ഇതിൻ്റെ പരിപാടി? സ്പ്രിങ് ആണോ? ആ ഞാനും ഓക്കെ. ആ ഉദയ്പൂർ പോയപ്പോഴും വാങ്ങിച്ചു. പോണ്ടിച്ചേരിയുടെ എല്ലാ സാധനങ്ങളും വരുന്ന രീതിയിൽ വാങ്ങിക്കുക. ആ എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു. ഓറോവിൽ എണ്ണ എടുക്കാം. ആ പിന്നെ പോണ്ടിച്ചേരിയുടെ ഏതാ ഇങ്ങനത്തെ വേണോ? ആ അതെടുത്തു. അതെ ആ മറ്റേ പക്ഷെ ആ അത് മതി, അതിലെല്ലാം ഉണ്ട്. എന്നാ ഇത് മതിയല്ലേ? ആ ഈ സംഭവം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ ഒരു കോമ്പൗണ്ടും കാർ പാർക്കിംഗ് അവിടെ ദൂരെ ആയതുകൊണ്ട് എല്ലാവരും ഇത്രയും സാധനം നടന്നു കാണും. ഇതിനകത്ത് എന്ത് രസമായിട്ടാണ് ഓരോ സ്റ്റോളൊക്കെ ഇട്ട്. ആ വെറും സ്റ്റോളാണെങ്കിലും അതിനൊരു ഭംഗിയുണ്ട്. ഇത് കണ്ടോ, കുടിൽ പോലെ, ഇത് കണ്ടോ ഓലക്കുടിൽ പോലെ, അത് ഓടിട്ടിട്ട്. പിന്നെ ഇതിങ്ങനെ സുവനീർ ഷോപ്പ്. ഇവിടെ ഒരു ബിൽഡിങ്, എനിക്ക് തോന്നുന്നു ഒരു ഹാളാണ് പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. അത് തന്നെ പ്രോഗ്രാംസൊക്കെ നടക്കുന്ന സ്ഥലം. അതങ്ങ് അറ്റം വരെ ഉണ്ട്. ഇത് മ്യൂസിയം ആമാ, സേവ് വൈൽഡ് ലൈഫ് എന്ന്. നടന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് കാണാൻ തുടങ്ങി ഗൈസ്. ഇത്ര ദൂരെ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഇത്രയും നടന്നത് വെറുതെ ആയിപ്പോയല്ലോ എന്നുള്ള ചിന്തയിൽ നടക്കുന്ന അമ്മ ദേ പോണം. എവിടെ? ആ അച്ഛനെ കാണുന്നില്ലല്ലോ. ഇത് ഭയങ്കര ചതിയായിപ്പോയി. കുറേ നേരം നടന്നു എന്നുവെച്ചാൽ പല സ്ഥലത്ത് പിന്നെയും ടിക്കറ്റ് എടുത്തെടുത്ത് വേണം കയറാൻ. അത് കയറി ഇവിടം വരെ വന്നു. ഇനിയിപ്പോൾ ഇതേ ഉള്ളൂ കാണാൻ എന്ന് പറയുമ്പോൾ ഒരു വിഷമം. എന്തോ ആ ഇതോ അമ്മ സപ്തവർണ്ണ കാഴ്ച എടുക്കാൻ പോണു. ഇതിലെങ്ങനെ ഇറങ്ങും അമ്മ? ഓ മരം കൊള്ളാല്ലേ. ഓ മരത്തിന്റെ ബ്രാഞ്ച് താഴെ. ഇങ്ങനെ മതിയോ?
നടന്ന് 1.5 കിലോമീറ്റർ നടന്ന് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ആ സംഭവം. ഇത് കാണാനാണ് നമ്മൾ ഈ വെയിലത്ത് 1.5 കിലോമീറ്റർ നടന്നത്. താഴെ റിനോവേഷനോ കൺസ്ട്രക്ഷൻ എന്തോ കൺസ്ട്രക്ട് ചെയ്യാണ് അവിടെ. വാട്ടർ ബോഡി ആയിരിക്കും താഴെ. അച്ഛൻ പണ്ട് വന്ന സമയത്ത് അതിന് തൊട്ടടുത്ത് വരെ പോയിരുന്നു കേട്ടോ. ആണോ? എൻ്റെ അടുത്ത് വരെ പോകുന്നു. ഇവിടെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. എന്താ എനിക്ക് തോന്നുന്നു ഇവിടെ വാട്ടർ ബോഡി എന്തെങ്കിലും വരുമായിരിക്കുമെന്ന്. അറിയില്ല. അതും അകത്തേക്ക് കയറാൻ പ്രീ ബുക്ക് ഒക്കെ ചെയ്യണം തോന്നുന്നു. മാത്രം നടന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീ? മതിയായി അല്ലേ? നമ്മൾ ഇത്രയും നടന്നു വന്ന് ആ ഗ്ലോബ് കണ്ടു. ആ ഗ്ലോബ് എന്താണെന്ന് വെച്ചാൽ മാട്രി മന്ദിർ അങ്ങനെയാണ് പറയുക. അപ്പോൾ അത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ സ്ഥാപിച്ചത് ആരാണ്, എപ്പോഴാണ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് 1872 to 1950 ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അരബിന്ദോ എന്ന് പറഞ്ഞിട്ട് ഒരു യോഗി ഉണ്ടായിരുന്നു പോണ്ടിച്ചേരിയിൽ. അപ്പോൾ അദ്ദേഹം ബ്രിട്ടീഷേഴ്സിന് എഗെയിൻസ്റ്റായിട്ട് സൈലൻ്റായിട്ട് വാർ ചെയ്തിരുന്ന, അതായത് ഫൈറ്റ് ചെയ്തിരുന്ന ഒരാളാണ് അദ്ദേഹം. ഒരു യോഗിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരുപാട് യോഗ ഫൗണ്ടേഷനൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ആശ്രമ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹം കുറേ ആശ്രമങ്ങൾ, നമുക്കറിയാമല്ലോ പോണ്ടിച്ചേരിയിൽ ബീച്ചിൻ്റെ സൈഡിൽ അരബിന്ദോ ആശ്രമമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സും ഉണ്ടായി അതുപോലെ. അപ്പോൾ 1971 അദ്ദേഹത്തിൻ്റെ ഫോളോവർ ആയിരുന്ന മിറ അൽഫാസ എന്ന് പറഞ്ഞ ഒരു ലേഡി, മദർ എന്നാണ് പറയുന്നത് അവർ. അപ്പോൾ പുള്ളിക്കാരി മിറ അൽഫാസ അവരാണ് ഇവിടെ ഒരു മാട്രി മന്ദിർ സ്ഥാപിച്ചത്. ഓക്കെ, ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡൽഹിയിൽ ലോട്ടസ് ടെമ്പിളിൻ്റെ പേർപ്പസ് എന്താ? അതിനുള്ളിൽ വിഗ്രഹമൊന്നുമില്ല, ഒരു ജാതി മതം അങ്ങനെ ഒരു അമ്പലമല്ല, വെറുതെ ഒരു പീസ്. എല്ലാ മതവും അങ്ങനെയാണ്. അതായത് എന്ത് ദൈവത്തിനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും എന്താ പീസ് വേണം എന്നുള്ള ഒരിതാണല്ലോ. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ലോട്ടസ് ടെമ്പിളിൻ്റെ ഉള്ളിൽ പോലെ വിഗ്രഹങ്ങൾ ഒന്നുമില്ല, ബട്ട് ഒരു ടെമ്പിളാണ്. അതിൻ്റെ ഉള്ളിൽ പോയി ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. ആ രീതിയിലാണ് അത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുള്ളിൽ എയർ കണ്ടീഷൻഡ് വലിയൊരു സ്പേസ് ഉണ്ട്. അതുപോലെ മേളിൽ നിന്ന് താഴേക്ക് സൂര്യൻ്റെ ആ ഒരു കിരണം അടിക്കുന്ന രീതിയിൽ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. നേരെ താഴേക്ക് ആ റേസ് വന്നിട്ട് താഴെ ഒരു റൗണ്ട് ക്രിസ്റ്റൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നേരെ അതിലടിച്ചു കഴിഞ്ഞാൽ അവിടെ ഫുൾ ഒരു അങ്ങനെ ഒരു പോസിറ്റീവ് വൈബ്, ആ ഒരു എനർജി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് പോയിരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാം. പിന്നിപ്പോൾ അത് വീണ്ടും റിനോവേറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ചുറ്റുമായിട്ട് എത്രയോ ഏക്കേഴ്സ് സ്പേസിൽ അതിന് ചുറ്റും ഒരു വാട്ടർ ബോഡി, ഒരു ലേക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതും ഈ പർപ്പസ് തന്നെയാണ്. ഇതിനടുത്തുള്ള ഒരുപാട് വാട്ടർ ബോഡീസ് ഉണ്ട്, അതിൽ നിന്നൊക്കെയുള്ള വെള്ളം കളക്ട് ചെയ്തിട്ട് ഇതൊരു സ്റ്റോറേജ് ആയിട്ട് വെച്ചിട്ട് പല ആവശ്യങ്ങൾക്കായിട്ട് ഈ വാട്ടറും അവർ യൂസ് ചെയ്യും. മാത്രമല്ല വാട്ടർ എപ്പോഴും നമുക്ക് എന്താ ഒരു പോസിറ്റീവ് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു തണുപ്പ് കിട്ടാനും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ അതിശയിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിനുള്ളിൽ വന്നപ്പോഴാണ് ഇത്ര ഫോറിനേഴ്സ്, അതുപോലെ പോണ്ടിച്ചേരിയിലെ തന്നെ ലോക്കൽസ്, പിന്നെ ഇന്ത്യയുടെ പല ഭാഗത്തുമുള്ള ടൂറിസ്റ്റ് എത്ര പേരാണെന്നറിയാമോ? എത്ര 1.5 കിലോമീറ്റർ നമ്മൾ നടന്നു, ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നടന്നു. പക്ഷെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല സ്ഥലമാണ്. ഭയങ്കര രസമായിട്ടാണ് ഇവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വരുന്ന വഴിക്ക് ഒരുപാട് സ്റ്റോളുണ്ട്, ആവശ്യത്തിന് നമുക്ക് ഫുഡൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയും നടന്ന് ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ വരുന്നത്.
ഓക്കെ. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഭാരതത്തിൽ ഇതുപോലെ എത്ര സ്ഥലങ്ങളുണ്ടല്ലേ. നമ്മൾ വെറുതെ കുറ്റം പറയും, നമ്മുടെ സർദാർ പട്ടേലിൻ്റെ സ്റ്റാച്ചുവിനെ പറ്റി നമ്മൾ കുറ്റം പറയും. എന്താണ് ഗുണം അതുണ്ടാക്കിയത്? ഞാൻ കാണാറുണ്ട് ഫേസ്ബുക്കിൽ എന്ത് യൂസാന്ന്. എത്ര പേരാണ് അവിടെ വരുന്നതെന്ന് ഒരാളെങ്കിലും ഈ കുറ്റം പറയുന്ന ആൾ അവിടെ പോയി കണ്ടിട്ടുണ്ടോ? അവിടെ ബഗ്ഗി പോലും ഉണ്ട്, നടക്കുക പോലും വേണ്ട, അത്രയും സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. അവിടെയും ഇതുപോലെ വാട്ടർ ബോഡി, അതായത് നർമ്മദ റിവർ അണ കെട്ടിയിട്ട് അവിടെ നിന്ന് വെള്ളങ്ങൾ പല ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അത്രയും വലിയൊരു പ്രതിമ, ഭാരതത്തിനൊരു ഐഡൻറ്റിറ്റി എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക് പാരീസിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പേര് പോകുന്നത്? ആ ഈഫൽ ടവർ കാണാൻ അല്ലേ? അപ്പോൾ ഭാരതത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആണല്ലോ ഈ യൂണിറ്റി, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് ആലോചിക്കണം. അതുപോലുള്ളൊരു സ്ഥലമാണ് അതും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ടൂറിസ്റ്റിനെ ഒരുപാട് ആകർഷിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ കൂടെ. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇനിയും നമുക്ക് യാത്ര ചെയ്യാം. ഓരോ സ്ഥലങ്ങളിലും വരുമ്പോഴാണല്ലോ അതിൻ്റെ ഓരോ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാൻ ഇതൊന്നും ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചല്ല. സിമ്പിൾ ഒരു വ്ളോഗ്, നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നു, കാണുന്നു. കാരണം ചിലർക്ക് ബോറടിക്കും കേട്ടോ ഇത്രയും എക്സ്പ്ലനേഷൻ ആയാലും. രമേശ് ചേട്ടനാണ് പറഞ്ഞത്, അവിടെ വായിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുള്ളതൊന്ന് പറയണം. എല്ലാവരും ഇവിടെ വന്നിട്ട് ഫോട്ടോ ഇട്ടിട്ട് സ്റ്റാറ്റസ് ഇടും, പക്ഷെ എന്താ സംഭവം നമുക്കറിയില്ലല്ലോ. എന്നാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള എന്തൊക്കെ പറഞ്ഞാലും ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പിന്നിലും ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതെന്താ ഫൈനലി എന്താ നമുക്ക് വേണ്ടത്? പീസ്. ആ ഒരു പീസ് കിട്ടുന്നതിന് വേണ്ടി ഇവിടെ വന്നിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള സംഭവം. അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ഇന്നർ ചേംബർ ഉണ്ട് ടു ഫൈൻഡ് യുവർ ഓൺ കോൺഷ്യസ്നെസ്. അതായത് ജാതി മതമൊന്നുമില്ല, ഇപ്പോൾ പറയില്ലേ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും. അകത്തിരുന്നിട്ട് നമുക്ക് തന്നെ ഒരു ശാന്തി. അതിൻ്റെ എന്താ ബ്ലൂ പ്രിന്റിൻ്റെ ഒരു ഇത് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരിത് കൺസ്ട്രക്ട് ചെയ്തതിൻ്റെ എഞ്ചിനീയറിങ് ടെക്നീക്സ് ഒക്കെ അത് കണ്ടപ്പോൾ വേറൊരു കാര്യം മനസ്സിലായി. നമ്മുടെ കഴിഞ്ഞ തവണ ഭൂകമ്പം ഉണ്ടായപ്പോഴും എർത്ത് ക്വേക്ക് ഉണ്ടായപ്പം സോമനാഥ ടെമ്പിൾ മാത്രം അനങ്ങാതിരുന്നു, ബാക്കി എല്ലാം വീണു. അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് അടിയിലുള്ള സംഭവങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. സോമനാഥ ടെമ്പിൾ ഇരിക്കുന്നതിൻ്റെ അടിയിൽ അവർ ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പല പല നിലകളായിട്ടുള്ള ബിൽഡിങ്സ് പോലെ തൂണുകൾ കെട്ടിയിട്ട് അതിൻ്റെ മേളിൽ വെള്ളം ഇങ്ങനെ, അതിൽ തൊട്ടടുത്ത് കടലാണല്ലോ, കടലിങ്ങനെ തിരയടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കടലിൻ്റെ വെള്ളത്തിനും പോകാൻ ഉള്ള സ്പേസ് പോകുന്ന രീതിയിൽ. അപ്പോൾ ഈ പ്രഷർ ഫീൽ ചെയ്യില്ല. ആ ബിൽഡിങ്ങിന് അടിയിലത്തെ ഫൗണ്ടേഷൻ തൂണ് വെച്ച് ഇന്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ സ്പേസ് കൊടുത്തിട്ട്, അപ്പം വെള്ളം കെട്ടി നിൽക്കില്ല, അതങ്ങനെ പോവുകയും ചെയ്യും. ഇതെല്ലാം കഴിയുമ്പോൾ തിരിച്ച് വെള്ളത്തിന് ഇറങ്ങാനുള്ള സ്പേസ് കൊടുത്തിട്ട്. ഈ ടെക്നിക്സ് എത്രയോ കാലങ്ങൾക്ക് ശേഷം ഇവർ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചതാണ്. ഇങ്ങനെയാണ് പണി കഴിപ്പിച്ചതെന്ന്. അപ്പോൾ എത്രയോ കാലം മുമ്പ് ഓരോ ഈ കാണുന്ന ഇപ്പം മാട്രി മന്ദിർ പോലെ തന്നെ, ഇപ്പോൾ ലോട്ടസ് ടെമ്പിൾ ആവട്ടെ, ഏതൊരു ടെമ്പിൾ, നമ്മുടെ ടെമ്പിൾസും ഇതേപോലെയുള്ള ഓരോ ഭയങ്കര അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള എൻജിനീയറിങ് ടെക്നിക്സ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതൊക്കെ ഇപ്പം ഇതുപോലെ ഓരോ യാത്രയിലും നമുക്ക് മനസ്സിലാക്കാം. എന്തായി, വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇവിടെ നിന്ന് തന്നെ വേണോ? ഈ ബ്ലാക്ക് നോക്കൂ, ഈ ബ്ലാക്ക് നോക്കൂ, ഈ ബ്ലാക്ക് അതല്ല നോക്കി. ആണോ അറിയില്ല. പിങ്കോ മെറൂൺ? ആ ബ്ലൂ നോക്കൂ, എൻ്റെ ബാക്കിലുള്ളത്. ദാറ്റ് ഈസ് ഗുഡ്. എടുത്തേ, ലാർജാണ്. ഓറോവില്ല് തന്നെയുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. കൊള്ളാം അല്ലേ? ഇവിടെ കുറേ ഹോട്ടൽസ് ഉണ്ട്, കുറേ കടകളുണ്ട്. കൊള്ളാമോ? ടൊമാറ്റോ റൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ ഓറോവില്ല് പോയി. ഇനി വൈകുന്നേരം, അതായത് ഇപ്പോൾ ഉച്ചയായിട്ടുള്ളൂ. എത്ര മണി? 3:58, 4 ആവുന്നു. ഞങ്ങൾ പാരഡൈസ് ബീച്ചിൽ പോകാൻ പോവാം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ, അതൊരു ഐലൻഡ് ആണല്ലോ, അപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ വേറെ ബോട്ട് എടുക്കണം.
സോ ബോട്ടിൻ്റെ എവിടെയാ ബോട്ട് ചെട്ടിയിലേക്ക് ഞങ്ങൾ നടക്കുന്നു. ഓക്കെ, ബോട്ടിൻ്റെ ടിക്കറ്റ് എടുത്തു. സ്പീഡ് ബോട്ട്, നമുക്ക് പ്രൈവറ്റ് ബോട്ട് എടുത്തിരിക്കുന്നത് 3 പേർക്കും. സ്പീഡ് ബോട്ട് എനിക്ക് പേടിയാവുന്നു. കുറേ പേര് വരാൻ വേണ്ടി അല്ലേ? അതിൻ്റെ സ്പീഡ് കണ്ടിട്ട് പേടിയാവുന്നു. രമേശേട്ടനാണെങ്കിൽ എന്നെ പേടിപ്പിച്ചു. അതിൽ കയറിയ തല കറങ്ങി. പോകുന്ന കണ്ടോ ഇത്രയും സ്പീഡിലാണ്, എനിക്ക് തല കറങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട്. രമേശേട്ടൻ ഞാൻ താഴെ വീണ പിടിക്കുമോ? സ്വിമ്മിങ് അറിയാവോ? സ്വിമ്മിങ് അറിയോ? എന്നെ രക്ഷിക്കുമോ? എനിക്ക് പേടിയാവണു. പേടിയാവുന്നുണ്ട്. വെയിലുണ്ട്. നമ്മുടെ ഗട്ടറൊക്കെ ചാടില്ലേ? അങ്ങനെയൊന്നും ചാടൂല. അമ്മ ഇങ്ങനെ പേടിപ്പിക്കില്ല മുമ്പിലിരുന്നിട്ട്. ഒരു 1.5 റൈഡായിരുന്നു കേട്ടോ സ്പീഡ് ബോട്ടിൽ. ഈ പുള്ളി നല്ല അടിപൊളിയായിട്ട് വെട്ടിച്ചൊക്കെ എടുത്ത് നല്ല സ്പീഡിൽ 2-3 തവണ നമുക്ക് വേണ്ടി അവിടെ കിടന്ന് കറക്കി. അതെ, നമ്മൾ ബോട്ടിൽ കയറി പാരഡൈസ് ബീച്ചിലെത്തി. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല രസമായിരുന്നു അല്ലേ? ഐലൻഡ് പോലെയാണെന്ന് നമ്മളെ പറഞ്ഞ് പറ്റിച്ചതാണ് എനിക്ക് പിന്നെ മനസ്സിലായി. കാരണം ആ ബീച്ചിൽ കൂടെ നേരെ നടന്നാൽ ഈഡൻ ബീച്ചിലെത്താം. അവിടുന്ന് കാണുകയും ചെയ്യാം. അത് റോഡിൽ കൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ നടക്കാൻ മറ്റേ സാധനം ഈഡൻ ബീച്ചിൽ പോയപ്പോൾ ഒരു സെമി സർക്കിളിന്റെ ഒരു തൂണ് പോലത്തെ ഒരു സാധനം ഈ ബീച്ചിൽ നിന്നാൽ ആ ബീച്ചിൽ കാണാതെ. അതുകൊണ്ടായിരിക്കും കേട്ടോ അവര് ഒരു പോർഷൻ വരെ എത്തുമ്പോഴേക്കും അവിടെ കെട്ടിയിട്ടിരിക്കുക. സുഖമായിട്ട് നടന്നു പോയാൽ അവിടെ എത്താൻ പറ്റും. ആ ബീച്ചിൽ കൂടി ഇങ്ങനെ നടന്നാൽ മറ്റേ ബീച്ചിലെത്താം. പക്ഷെ അവരിങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്, അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. കുറേ പേർക്കൊന്നും അറിയില്ല ഇപ്പോഴും. ഈഡൻ ബീച്ചും പാരഡൈസ് ബീച്ചും സെയിം ഇതിൽ വരുന്നതാണ്. ഇത് വേറൊരു സ്ഥലം പറഞ്ഞിട്ട് അവരതൊരു ഐലൻഡ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പുറത്ത് നിർത്തിയിട്ട് നമ്മളെ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഓക്കെ, അതാണ് തോന്നുന്നല്ലേ നമ്മൾ ലൊക്കേഷൻ ഇട്ടപ്പോഴും നേരെ നമുക്ക് ഈഡൻ ബീച്ചാണ് കാണിച്ചത്. നിങ്ങൾ നോക്കിക്കോളൂ, ഈഡൻ ബീച്ചിൽ നിന്ന് ലൊക്കേഷൻ ഇട്ടാലും പാരഡൈസ് ബീച്ചിൽ നിന്ന് ഇട്ടാലും ഒരേ സ്ഥലമായിരിക്കും കാണിക്കുന്നത്. പിന്നെ നമ്മൾ എന്താ ഇട്ടത്, വേറെ ബോട്ടിങ്ങിന് എന്തോ പേര്, എന്തോ ഒരു ബോട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടപ്പോഴാണ് പാരഡൈസ് എനിവേ കുഴപ്പമില്ല. ചുന്നമ്പാർ ബോട്ട് ഹൗസ്, ചുന്നമ്പാർ ബോട്ട് അല്ലേ, ബോട്ട് ഹൗസ് അവിടെയാണ് ഇതിന്റെ അങ്ങനെയാണ് ഇടേണ്ടത്. ചുന്നമ്പാർ ബോട്ട് ഹൗസ് അങ്ങനെ ലൊക്കേഷൻ ഇട്ടാലേ ഗവൺമെന്റിനെയാണ് അല്ലേ. എനിവേ ഇത് കുഴപ്പമില്ല. പക്ഷെ രാവിലെ പോയ ഓറോവിൽ മാട്രി മന്ദിർ അല്ലേ, അത് കുറച്ച് ഭയങ്കര കടുപ്പമായിപ്പോയി. കാരണം
ഭയങ്കര കഷ്ടമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഓരോവിൽ പോകുന്നെങ്കിൽ ആദ്യമേ വിചാരിക്കുക ഇഷ്ടം പോലെ നടക്കാനുണ്ട്. അവർ ഫ്രീ ബസ് വെച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാവരെയും കയറ്റില്ല. ഒരു 60 ഇയേഴ്സ് എബവ് ഉള്ള ആൾക്കാരെ കയറ്റുള്ളൂ. അതുപോലെ തിരിച്ചു വരാനുണ്ടല്ലോ, ഇത്രയും പേര് ബാക്കി അവിടെ ഉണ്ട്. എന്നിട്ടും ഉച്ചയ്ക്ക് ഒരു മണി ആയപ്പോഴേക്കും 1:30 ആയപ്പോൾ നമ്മൾ തിരിച്ചു വരാൻ അവിടെ നിന്നപ്പോഴേക്കും പറയാണ് ഇത് ലാസ്റ്റ് ബസ്സാണ്, ഇനി തിരിച്ച് ബസ്സില്ല, വേണമെങ്കിൽ നടന്നു വരണം. ഇതൊക്കെ ഭയങ്കര കടുപ്പമാണ് ചെയ്യുന്നത്. ഒരുപാട് നടക്കാനുണ്ട്. നടക്കാൻ റെഡിയാണെങ്കിൽ മാത്രം ഓറോവില്ലിൽ വന്നാൽ മതി. ഞങ്ങൾ പിന്നെ തണലുള്ളത് കൊണ്ട് നടന്നു, പക്ഷെ എന്നാലും അവിടെ എത്തുമ്പോഴേക്കും ടയേർഡാവും. ഓക്കെ, അതൊക്കെയാണ് ഇപ്പോൾ പോണ്ടിച്ചേരിയിലെ കാര്യങ്ങൾ. ഇപ്പോൾ ഏതായാലും പാരഡൈസ് ബീച്ചിലൊക്കെ പോയി കറങ്ങിക്കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വിശന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇലയിലാണല്ലോ, നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെയാണ് പറഞ്ഞത്, പക്ഷേ ഇലയിലാണ് തരുന്നത്. പാരഡൈസ് ബീച്ച് ഉണ്ടല്ലോ, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആ, ബ്യൂട്ടിഫുൾ ബീച്ച്. ബീച്ച് മറ്റേ ഈഡൻ ബീച്ച് നീറ്റായിരുന്നു. ഈ ടൂറിസ്റ്റ് പോകുന്ന സ്ഥലങ്ങളൊക്കെ നീറ്റാണ്, പക്ഷെ സിറ്റി അത്രയ്ക്ക് വൃത്തിയൊന്നുമില്ല. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചു തരും, വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവിടെ വൈകുന്നേരം എല്ലാ ഹോട്ടലിൻ്റെ മുന്നിലും കോലം ഇടുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഈ ഹോട്ടലിൻ്റെ മുന്നിലും കോലം ഇടുന്നുണ്ട്. നല്ല പെർഫെക്ഷൻ ഉണ്ടല്ലേ. എന്താ അത്? കേർഡ് റൈസോ? ഓ മൈ ഗോഡ്. എന്താ സംഭവം? എന്താ ഷക്ഷുക? കേർഡ് റൈസ് കഴിക്കുന്ന രമേഷ് ഭായി നല്ല കേട്ടോ. ആണോ? എന്നെ വെറുതെ പ്രലോഭിപ്പിക്കരുത്, ഞാൻ കഴിക്കില്ല. ഫോട്ടോ കുറച്ച് കഴിച്ചു. വീഡിയോൻ്റെ കണ്ടിന്യൂറ്റി ഒക്കെ പോയെന്ന് തോന്നുന്നു. നമ്മൾ എവിടെ പോയിട്ടാ? നമ്മൾ പാരഡൈസ് വരുമ്പോൾ എടുത്തു നമ്മൾ പാരഡൈസ് ബീച്ചിൽ കയറി തിരിച്ച് വരുമ്പോൾ കഴിക്കാൻ കയറിയപ്പോൾ എടുത്തു. ഫുഡൊന്നും കാണിച്ചില്ല. നമ്മൾ വിശന്നിട്ട് പെട്ടെന്ന് കഴിച്ചു. പിന്നെ റൂമിൽ വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോസൊക്കെ കുറച്ച് പോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ പോസ്റ്റ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറേ പേരുടെ കോള് വന്നു, സ്റ്റുഡൻസിൻ്റെ ഒക്കെ കുറച്ച് കോള് വന്നു. പിന്നെ കുറേ വീഡിയോസ് സെൻഡ് ചെയ്യാനുണ്ടായിരുന്നു ക്ലാസ്സിലെ സ്റ്റുഡൻസിന്. അതൊക്കെ അത് കഴിഞ്ഞപ്പോഴേക്കും ഡിന്നർ കഴിക്കാൻ സമയം. ഞാൻ വരില്ല എന്ന് പറഞ്ഞ് റൂമിലിരുന്നതാണ്. റൂഫ് ടോപ്പിലാണ് റെസ്റ്റോറൻറ്റ്. ഞാൻ വരില്ല എന്ന് ഉറപ്പായിട്ട് പറഞ്ഞിട്ട് റൂമിലിരുന്നു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും വീഡിയോ അയച്ചിരിക്കുന്നു, ഫോട്ടോ അയച്ചിരിക്കുന്നു, ഒന്നാം തരം ഫുഡില്ല. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് എന്നെ പ്രലോഭിപ്പിച്ച് അത് ഞാൻ വിചാരിച്ചു വെള്ളയപ്പവും മുട്ടക്കറി കൊണ്ടുവന്നു. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഞാൻ പറയാം, നമ്മുടെ ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കുന്ന മിക്സ് ഇല്ലേ, അത് കുറച്ചുകൂടി നന്നായിട്ട് വേവിച്ചിട്ട്, അല്ലെങ്കിൽ ടൊമാറ്റോ ഗൊജ്ജു എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് ഒരു ബുൾസൈ ഇട്ട പോലെ അതിലേക്ക് മിക്സ് ആവും. സംഭവം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ മതി, ഒരു സ്പൂണേ ഉള്ളൂ. ഒരു ഗ്ലാസ് പാൽ കുടിക്കാമല്ലോ, മതി, വേണ്ട. രമേശ് ചേട്ടനൊരു ഫുൾ കേർഡ് റൈസ് ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ പറ്റാതെ ബാക്കി വന്നിട്ടുണ്ട്. അപ്പം അതെന്നെ കൊണ്ട് തീറ്റിക്കാൻ നോക്കണം. കഴിക്കും കേർഡ് റൈസ് കഴിക്കുന്നതാണ്. നോക്കാം, നമുക്ക് ആലോചിക്കാം. അപ്പോൾ അതാണ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ പോണ്ടിച്ചേരി. റൂഫ് ടോപ്പ് രാത്രി റെസ്റ്റോറൻറ്റ് എങ്ങനെയുണ്ടെന്ന് അടിപൊളി മെനു ആണോ? ഞങ്ങൾ മെനു അല്ല, ശ്രേയക്ക് ഇവിടെ പോണ്ടിച്ചേരി വന്നപ്പം കഫേയിൽ പോകണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ഇവിടെ കഫേ ആണല്ലോ ഏറ്റവും മെയിനായിട്ടുള്ള സംഭവം. അങ്ങനെ 2 ദിവസവും ഡിന്നറിന് ഞങ്ങൾ അടിപൊളി 2 കഫേയിൽ പോയി. പക്ഷെ ഇപ്പോൾ ശ്രേയ പറയായിരുന്നു അവിടെ ഒന്നും പോകണ്ടായിരുന്നു, ഇവിടുത്തെ മെനു ആണ് സൂപ്പർ മെനു. ശരിക്കും ഇവിടെ എല്ലാം നല്ല ഡിഷസ്, നമ്മൾ അവിടെ കാണുന്നതിനേക്കാൾ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അതെയോ? തപ്പി പോയി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇവിടെ തന്നെ കഴിക്കാം.
പോണ്ടിച്ചേരിയിൽ ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് നല്ലതാണല്ലേ, നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഈ ഹോട്ടലിൻ്റെ പേരൊന്നുകൂടെ പറയൂ. പോണ്ടിച്ചേരി, തലേസ് ഡേ പോണ്ടിച്ചേരി, വൈറ്റ് ടൗണിൽ തന്നെയാണ്. സ്റ്റേയും അടിപൊളിയായിരുന്നു. നിങ്ങൾ റൂം കണ്ടല്ലോ, അടിപൊളി സ്റ്റേ ആയിരുന്നു. നല്ല ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു രക്ഷയില്ല. നല്ല ക്വാണ്ടിറ്റി, നല്ല സർവീസ്. നമ്മൾ കാർ പാർക്കിങ്ങിന് വേണ്ടി ഹെൽപ്പായിരുന്നു സെക്യൂരിറ്റിയിൽ. അപ്പോൾ ഇന്നത്തെ ദിവസം പോണ്ടിച്ചേരിയുടെ ലാസ്റ്റ് ഡേ ആണ്. നാളെ നമ്മൾ ചെന്നൈക്ക് പോവുകയാണ്. ചെന്നൈയിൽ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഹേമയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാം, എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. ഞങ്ങളിപ്പോൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായോ? ബാൽക്കണിയിലാണ്. നല്ല കാറ്റ്. ഇവിടുന്ന് നേരെ മുന്നോട്ട് ഒരു 2 സ്ട്രീറ്റ് കഴിഞ്ഞാൽ ബീച്ചാണ്. ബീച്ചിനെ ഫേസ് ചെയ്താണ് ഈ റൂം. ബാൽക്കണിയിലാണ് ഇരിക്കുന്നത്. താഴെ റോഡ്, അവിടെയൊക്കെ ഫ്രഞ്ച് കോളനിയാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ പോകാൻ തോന്നുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ ബാൽക്കണിയിൽ ഇരുന്ന് ഇവിടെ വീഡിയോ എഡിറ്റിംഗ് ആണ് പരിപാടി. ഞാൻ എൻ്റെ കുറേ വീഡിയോസ് നോക്കിക്കൊണ്ടിരിക്കുന്നു, എഡിറ്റിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രേയയുടെ പണി. അങ്ങനെ നല്ല സുഖം, നല്ല കാറ്റ്, കടലിൽ നിന്ന് നല്ല കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ചൂടൊന്നുമില്ല. സുഖമായിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അകത്തേക്ക് പോകാൻ തോന്നുന്നില്ല. അത് അപ്പുറത്ത് അവരുടെ റൂമിലെ, ആ റൂമിലെ ബാൽക്കണി. ഇത് ഞങ്ങളുടെ ബാൽക്കണി. അപ്പം ഇനി ഉറങ്ങാൻ പോവാം. 8:45. അത് രാവിലെ ഇവിടുന്ന് പോകണ്ടേ? ഓരോ യാത്ര കഴിയുമ്പോഴും ഇങ്ങനെയാണല്ലേ. ഉദയ്പൂർ പോയി തിരിച്ചു പോയപ്പോഴും ഭയങ്കര വിഷമമായിരുന്നു. 4 ദിവസം 5 ദിവസം എന്തോ ഉണ്ടായിരുന്നു ഉദയ്പൂർ. അത് ഭയങ്കര സങ്കടമായിരുന്നു തിരിച്ചു പോകുന്ന ദിവസം. നമുക്ക് അതങ്ങനെയാണ്. ചില സ്ഥലങ്ങളിൽ ചിലപ്പം അത്രയ്ക്കൊരു രസമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വിഷമമൊന്നും ഉണ്ടാവില്ല. അതായത് എന്തെങ്കിലും സ്റ്റേ മോശമാണെങ്കിലോ അല്ലെങ്കിൽ ഫുഡ് ശരിയായില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നായിരിക്കും. പക്ഷേ ഈ അങ്ങനെയല്ല. ചില യാത്രകളൊക്കെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ടാവും. നല്ല സ്റ്റേ ആയിരുന്നു. നല്ല സ്റ്റേയും പിന്നെ ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ പറ്റി. ആക്ച്വലി ഇവിടെ അധികം ഒന്നും ഇല്ല കേട്ടോ, കാണാനൊന്നുമില്ല. നമുക്ക് പുതിയ എക്സ്പീരിയൻസ്. അതെ, പക്ഷെ എനിക്കിപ്പോഴും അമ്പലമാണ് ഇഷ്ടപ്പെട്ടത്. അത് അതിൻ്റെ കുറ്റബോധമുണ്ട്. നമുക്ക് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ അമ്പലത്തിൽ പോകുന്നു, പക്ഷെ ഇവിടെ പോകാൻ പറ്റില്ല. നാളെ ചെന്നൈയിൽ പോകും എന്തായാലും അമ്പലത്തിൽ. ഇവിടുന്ന് തൊട്ടടുത്താണ് കേട്ടോ ചിദംബരം. ഇവിടുന്ന് 1 മണിക്കൂറേ ഉള്ളൂ ചിദംബരം. പോകാൻ പറ്റില്ല. പോകണം തന്നെ, പക്ഷെ ദിവസങ്ങളില്ല. ഇനി തിരിച്ച് വീട്ടിലെത്തിയിട്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ക്ലാസ് ഉണ്ട്. മിക്കവാറും സ്റ്റേക്കേഷൻ പോലെയാണ് ഞാൻ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴും വൈകുന്നേരങ്ങളിൽ ക്ലാസ് എടുക്കാം. നാളെ നമുക്ക് എടുക്കാം. എൻ്റെ വീട്ടിൽ നാളെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് എന്തായാലും. സാറ്റർഡേ സൺഡേ ക്ലാസ് മിസ് ചെയ്യാൻ പറ്റില്ല. നാളെ മിക്കവാറും ഞാൻ ക്ലാസ് എടുക്കും. നാളെ എന്തായാലും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അവിടെ പോയിട്ട് ചെന്നൈയിൽ പോയിട്ട് അതിന് മുമ്പ് നമ്മുടെ പരിപാടിയെല്ലാം തീർക്കാം, എന്നിട്ട് ക്ലാസ് എടുക്കാം. അപ്പം ഇത്രേ ഉള്ളൂ. ഇനി ഉറങ്ങാൻ പോവുകയാണ്. അടുത്ത് വാ, നാളെ കാണാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഇവിടെ നിന്ന് കഴിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് രണ്ടുപേരും. ഇന്നും സെയിം ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ? സെയിം അല്ലേ? അതും കൂടെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. എങ്ങനെയുണ്ട് ശ്രേയ പോണ്ടിച്ചേരി അനുഭവം? കൊള്ളാം. ബീച്ചൊക്കെ കൊള്ളാം. ടൂറിസ്റ്റ് സ്ഥലങ്ങളെല്ലാം നല്ല നീറ്റാണ്. ബാക്കി സിറ്റിയൊക്കെ തമിഴ്നാട് തന്നെയാണ്. ഭയങ്കര പ്രതീക്ഷയൊന്നും വേണ്ട. അതെ. പിന്നെ ഇന്നലെ ഓറോവില്ല് നടന്നത് വീണ്ടും ഞാൻ പറയും, അത് കുറച്ച് കടുപ്പാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അതിന് റെഡി ആയിട്ട് വരണം ആൾക്കാർ. അത്രയും അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു ഇത്രയും അല്ല, അവർക്ക് നടക്കാൻ ഇഷ്ടമുള്ളവർ നടക്കട്ടെ. അല്ലെങ്കിൽ ആർക്കെങ്കിലും അവർ ചാർജ് ചെയ്യട്ടെ, അല്ല ബഗ്ഗി അല്ലെങ്കിൽ ഓട്ടോ, അല്ലെങ്കിൽ അവർ തന്നെ അവരുടെ ഗവൺമെൻറ് അല്ലല്ലോ, അവരുടെ പ്രൈവറ്റ് സംഭവം അവർ ഇത് ചെയ്യട്ടെ, എന്തെങ്കിലും അറേഞ്ച് ചെയ്യട്ടെ. പോകുന്ന വഴിക്ക് കുറേ സ്റ്റോളൊക്കെ ഉണ്ട്. അതുണ്ട് കേട്ടോ. ഈ 1.5 കിലോമീറ്ററിനിടയിൽ
ഓരോ സ്റ്റോളും ഓരോ മ്യൂസിയം പോലത്തെ സംഭവങ്ങളിലും ഓരോന്നിലും എൻട്രി ടിക്കറ്റ് ഉണ്ട്. ആർട്ട് ഗാലറി ഉണ്ട്, അങ്ങനെ കുറേ സംഭവം ഉണ്ട്. പോകുന്ന വഴി ഏക്കർ കണക്കിന് സ്ഥലമല്ലേ കിടക്കും. അതെ, അപ്പം അതിൻ്റെ അത് വണ്ടി കയറ്റിയിട്ടൊന്നും നടക്കില്ല. അതുകൊണ്ടായിരിക്കാം. അതൊക്കെ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം കൊള്ളാം. അങ്ങനെ ഒരു തവണ ഒന്ന് വന്ന് പോകാൻ പറ്റിയ സംഭവം. നീറ്റാണ്, നടക്കാൻ ഷെയ്ഡും ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് നമുക്ക് നടന്ന് മതിയാവും, കുഴപ്പമില്ല. അതെ. ഓക്കെ, അപ്പോൾ അതാ ഫുഡ് വന്നു. ഞാൻ പൊങ്കൽ മാത്രം മതി എന്ന് പറഞ്ഞു. പിന്നെ മിഷേട്ടൻ ആസ് യൂഷ്വൽ ഫുൾ കോംബോയാണ്. ശ്രേയുടെ ഇപ്പോൾ വരും. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ശ്രേയ വിഷമമൊന്നുണ്ടല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ചെന്നൈക്ക് പോവുക.